إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങളെ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം, ദാമ്പത്യം, കുടുംബം, ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ താളങ്ങളെ പോലും സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വീടുകളിൽ അസ്വസ്ഥതകളും കല്ലുകടിയും തർക്കങ്ങളുമാണ് എങ്കിൽ ആ വീടിനേക്കാൾ ഭീകരമായ ഒരു ജയിലും ലോകത്തില്ല എന്നതാണ് വസ്തുത. അത്തരം സാഹചര്യങ്ങൾ കാരണം ജോലി കഴിഞ്ഞാൽ പോലും വീട്ടിലേക്ക് നേരത്തെ പോവാൻ മടി കാണിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ തിരിച്ചും ഭർത്താക്കന്മാരുടെ സാന്നിധ്യം പരിഭ്രമത്തിന് കാരണമാവുന്ന ഭാര്യമാരുള്ള വീടുകളും ഇന്നും നമ്മുടെയൊക്കെ പരിസരങ്ങളിലുണ്ട് എന്നത് ഖേദകരമായ വസ്തുതയാണ്. ഉത്തമ ഭാര്യയായി ഒരു സ്ത്രീ ജീവിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും നന്മകളും അനിർവചനീയമാണ്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ ഹാജറ ബീവിയുടെ ചരിത്രം നമുക്ക് മാതൃകയാവുന്നത്. ഇന്ന് ദുൽഖഅദ 27
നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് പവിത്രമായ ദുൽഹിജ്ജയിലേക്കാണ്. ദുൽഹിജ്ജ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓടി വരുന്ന ആ മഹാകുടുംബത്തിലെ പത്നി ഹാജറ ബീവിയുടെ ചരിത്രത്തിലെ ചില മാതൃകകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ യൂസുഫിൽ 111-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്തിക്കുന്നവർക്ക്, ഉച്ചാലോചിക്കുന്നവർക്ക് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളിൽ, പ്രത്യേകിച്ചും പ്രവാചകന്മാരുടെ, അവരുടെ കുടുംബങ്ങളുടെ ചരിത്രത്തിൽ വലിയ പാഠങ്ങളുണ്ടെന്നാണ്. ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ സുഖമുള്ള ഓർമ്മകളെ താലോലിക്കാനുള്ള കേവലമായ ആസ്വാദന കുറിപ്പുകൾക്കപ്പുറത്ത് വേദനകളുടെയും പരീക്ഷണങ്ങളുടെയും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ആവേശകരമായ ഗുണപാഠങ്ങളാണ് നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരേണ്ടത്. അവിടെയാണ് മഹദിയായ ഹാജറ ബീവിയുടെ ചരിത്രം പ്രശോഭിച്ചു നിൽക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ദൈവിക നിയമങ്ങളെ, അള്ളാഹുവിന്റെ ശാസനകൾ ഉണ്ടാകുമ്പോൾ അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഈമാനികമായ സ്ഥൈര്യം അവർക്കുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമ്മളാരും അവരുടെ ചരിത്രം കേൾക്കാത്തവരല്ല. മക്കയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാരുമില്ലാത്ത ഒരു സ്ഥലത്ത് അവരെ ഉപേക്ഷിച്ചു പോരുമ്പോൾ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്നത്, അല്ലാഹുല്ലദീ അമറക ബിഹാദ, ഞങ്ങളെ ഇവിടെ ആരാരുമില്ലാത്ത ഈ പ്രദേശത്ത് കൊണ്ടുവന്നിടാൻ നിങ്ങളോട് കൽപ്പിച്ചത് അള്ളാഹുവാണോ? അവിടുന്ന് മറുപടി ലഭിച്ചു, അതെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പോൾ അവർ തിരിച്ചു നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഇദൻ ലാ യുദയ്യിഉന, എങ്കിൽ യാതൊരു വിഷമവുമില്ലാതെ ഞാനത് ഉൾക്കൊള്ളാം, കാരണം അള്ളാഹു ഞങ്ങളെ കൈവിടില്ലെന്ന് ഉറപ്പാണ് എന്ന്. തവക്കുലിന്റെയും അള്ളാഹുവിലേക്കുള്ള സമർപ്പണ ബോധത്തിന്റെയും ജീവിത മാതൃക കൊണ്ട് ഹാജറ ബീവിയുടെ ചരിത്രം സമ്പന്നമായിരുന്നു. പടച്ചവൻ കൈവിടില്ല എന്ന പ്രതീക്ഷയും അള്ളാഹുവിനുള്ള അപാരമായ പ്രത്യാശയും ശുഭാപ്തി വിശ്വാസവുമുള്ള ഹാജറ ബീവിയാണ് ദാഹജലത്തിനു വേണ്ടി സഫാ മർവക്കിടയിൽ നിരാശപ്പെടാതെ പരക്കം പാഞ്ഞത്. ഒരു ഉംറ ചെയ്യുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്ന ഓർമ്മകളാണത്. പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാഹു വിശ്വാസി ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചാൽ അള്ളാഹു നമ്മളെ കൈവടിയുകയില്ല. ഈ ഒരു വാഗ്ദാനം ഒരു ഇലക്ഷൻ വരുമ്പോ MLA-മാർ ജനങ്ങളോട് വോട്ട് കിട്ടാൻ വേണ്ടി നൽകുന്ന ചില വാഗ്ദാനങ്ങളെ പോലെ നിങ്ങൾ ആരും കണക്കാക്കേണ്ടതില്ല. മറിച്ച് ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനം. അള്ളാഹു ഒരിക്കലും അവന്റെ വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. അത് അള്ളാഹുവിന്റെ പരിചയമില്ലെന്നർത്ഥം. അള്ളാഹു സൂറത്തു ത്വലാഖിൽ 2-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ആരല്ലാഹുവിനെ ഭയപ്പെട്ടോ, അവനെ സൂക്ഷിച്ച് ജീവിച്ചോ, അവന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചോ, അവന്റെ നിർദ്ദേശങ്ങൾക്ക് ആര് പ്രാമുഖ്യം നൽകിയോ, യജ്അൽ ലഹു മഖ്റജ, അവനെ അള്ളാഹു കൊടുക്കുകയില്ലെന്നാണ്. അവനൊരു തുറവി അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും, അവനൊരു പോം വഴി അള്ളാഹു നൽകും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ ജീവിതത്തിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. മഖ്റജ എന്ന് പറഞ്ഞാൽ തുറന്നു പോകാനുള്ള വാതിലുകൾ, ഒരു തുറവി അള്ളാഹു അവന് ഉണ്ടാക്കി കൊടുക്കും എന്നാണ്. അതേ സൂറത്തു ത്വലാഖിൽ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും പറഞ്ഞു ഒരു വാഗ്ദാനം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ആര് തയ്യാറുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? അള്ളാഹുവിനെ ഭയപ്പെടാൻ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? അള്ളാഹു പറയുന്നു, യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, തീർച്ചയായും അള്ളാഹു നിങ്ങൾക്കൊരു എളുപ്പം നൽകുന്നതാണ് എന്ന്.
അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു എളുപ്പം നൽകും. അവൻ തുറവി ഉണ്ടാക്കി തരും. ഉത്കണ്ഠ കാരണം, ദുഃഖം കാരണം, വ്യത കാരണം, വ്യസനം കൊണ്ട്, വിഷമം കൊണ്ട് മാനസികമായി തകർന്നിരിക്കുന്നവരോട് ഹാജറ ബീവിയുടെ വാക്കാണ് പ്രസക്തി. ഇതല്ലാ യുദയ്യിഉന, അള്ളാഹു നമ്മളെ കൈവടിയുകയില്ല. കടബാധ്യതകളെ കുറിച്ചും കഷ്ടപ്പാടുകളെ കുറിച്ചും നിരന്തരമായി പരാതിപ്പെടുന്നവരോട് ഹാജറ ബീവിയുടെ വാക്കാണ് ഉത്തരം. ഇതല്ലാ യുദയ്യിഉന, അള്ളാഹു നമ്മളെ കൈവടിയുകയില്ല. കുട്ടികളുടെ പ്രശ്നത്തെ കുറിച്ചോർച്ച് പരിഭവിക്കുന്നവർ, പരാതിപ്പെടുന്നവർ, പരിഭവപ്പെടുന്നവർ, അവർ ആലോചിക്കേണ്ട കാര്യവും ഇതല്ലാ യുദയ്യിഉന. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ മക്കളെ ഭാവിയെ കുറിച്ചോർത്ത്, മക്കളുടെ ജീവിതത്തെ കുറിച്ചോർത്ത് കഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്. എന്താണ് എന്റെ മകളുടെ അവസ്ഥ, എന്റെ ദീന്, എന്റെ മകന്റെ ദീൻ എവിടേക്കാണ്, എങ്ങനെ ഞാൻ അവളെ വളർത്തും എന്നാലോചിച്ച് നിരാശപ്പെടുന്നവർ, ആശങ്കപ്പെടുന്നവർ, ഇതെല്ലാം യുദയ്യിഉന, അള്ളാഹു നമ്മളെ കൈവടിയുകയില്ല. അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി വേദനകൾ കടിച്ചമർത്തി അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരുടെ മറുപടിയാണ് ഇതെല്ലാം യുദയ്യിഉന, അള്ളാഹു നമ്മളെ കൈവടിയുകയില്ല. ചെയ്തു പോയ തെറ്റുകൾ, നിസ്കരിക്കാത്ത ഒരുപാട് കാലം എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്രയോ നിസ്കാരങ്ങൾ എനിക്ക് വീട്ടാനുണ്ട്, അള്ളാഹുവിനെ ധിക്കരിച്ച് ഒരുപാട് തിന്മകൾ ചെയ്തു കൂട്ടിയവരാണ് ഞാൻ എന്നോർത്ത് സങ്കടപ്പെടുന്നവരോട് ഇതെല്ലാം യുദയ്യിഉന, അള്ളാഹു നമ്മളെ കൈവടിയുകയില്ല. സ്വേച്ഛാധിപതികളുടെ പീഡനങ്ങളിൽ ആയുസ് നഷ്ടപ്പെടുന്നവർ, ജീവിതം മുഴുവൻ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്നാലോചിച്ച് കഷ്ടപ്പെടുന്നവർ, ഇതെല്ലാം യുദയ്യിഉന, എല്ലാത്തിനും പരിഹാരമുണ്ട്, അള്ളാഹു കൂടെയുണ്ട്, അവൻ നമ്മളെ കൈവടിയുകയില്ല എന്ന ഹാജറ ബീവിയുടെ ആ വാക്ക് ഏതൊരു വിശ്വാസിയുടെ ഹൃദയത്തിനും വല്ലാത്ത ആശ്വാസം നൽകുന്നതാണ്. ഇതാണ് അവരുടെ ജീവിതത്തിന്റെ ചരിത്രത്തിലെ ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ സഹോദരങ്ങളെ, ഇതേ മനോഭാവമുള്ള ഒരു മകനെ വളർത്തിയെടുക്കാൻ, ദീനിനോട് പ്രതിബദ്ധതയുള്ള, മതബോധമുള്ള കുടുംബാന്തരീക്ഷം രൂപപ്പെടുത്താൻ ഒരു മാതാവെന്ന നിലയിൽ ഹാജറ ബീവിക്ക് സാധിച്ചു എന്നതാണ് അവരുടെ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് തന്നെ ബലിയറുക്കുന്ന കാര്യം പിതാവിൽ നിന്ന് കേട്ടപ്പോൾ യാതൊരു അത്ഭുതവും തോന്നാതെ, ഒരു അതിശയോക്തിയും തോന്നാതെ, അതെ ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ, യാ ബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാഅല്ലാഹു മിനസ് സ്വാബിരീൻ, അല്ലാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ചെയ്തു കൊള്ളുക, തീർച്ചയായും സ്വാബിരീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താം എന്ന് മകൻ ഇസ്മായിൽ പറഞ്ഞത് അവിടെയാണ്. സഹനത്തിന്റെ അതുല്യ മുഹൂർത്തത്തിന് ചരിത്രം സാക്ഷിയായത് അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തെ വളർത്തിയെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നതുകൂടി അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന പാഠമാണ്. ഒരു കാര്യം ദീനിൽ ഉള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കുതർക്കത്തിനോ നിഷേധത്തിനോ തുനിയാതെ അതിന് വഴിപ്പെടുന്ന മനസ്സാണ് മുസ്ലിം സമുദായം ആർജിച്ചെടുക്കേണ്ടത്. അതാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയതും. എന്ന് സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി. ആരാണോ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നത്, എതിര് പ്രവർത്തിക്കുന്നത്, സന്മാർഗം കിട്ടിയതിന് ശേഷവും റസൂലിനോട് ആരെങ്കിലും ധിക്കാരം കാണിച്ചാൽ, എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത ഒരു പാത അവർ പിൻപറ്റുകയും ചെയ്താൽ, അവൻ തിരിഞ്ഞയിടത്തേക്ക് നാം അവനെ തിരിച്ചു കളയും. ജഹന്നം, കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവനെ നാം കരിക്കുന്നതുമാണ്. അതെത്ര മോശമായ പര്യാവസാനം, അങ്ങനെയുള്ള നരകത്തിലേക്ക് നാം അവനെ പ്രവേശിപ്പിക്കും എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹാജറ ബീവിയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് അതാണ്. നല്ല ഒരു കുടുംബത്തെ, ദീനീ ബോധമുള്ള, അവരുടെ അതേ മനോഭാവമുള്ള,
അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ പിന്നെ ഒന്നും എനിക്ക് തടസ്സമല്ല എന്ന മനോഭാവമുള്ള, ദീനിനോട് പ്രതിബദ്ധതയുള്ള മക്കളെ വളർത്തിയെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നതാണ്. മൂന്നാമത്തെ കാര്യം, പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നു പോകുമ്പോഴും ഭർത്താവിനോട് നീരസം കാണിക്കാതെ ഒരു ഉത്തമ ഭാര്യയായി, ഒരു ഉത്തമ മാതാവായി, ഒരു ഉത്തമ കുടുംബ നായികയായി ഹാജറ ബീവി പ്രശോഭിച്ച് ജ്വലിച്ചു നിന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉരീതുന്നാർ, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. ഫൈദാ അക്സറു അഹ്ലിഹാ അന്നിസാ, അതിൽ അധികവും സ്ത്രീകളാണ്. യക്ഫുർന, അതിന്റെ കാരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ കാരണം? പെണ്ണുങ്ങൾ കൂടുതൽ നരകത്തിൽ പോകാനുള്ള കാരണം അവരുടെ നന്ദികേടാണ്, അവരുടെ നിഷേധ സ്വഭാവമാണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അയക്ഫുർന ബില്ലാഹ്, അവർ അള്ളാഹുവോടാണോ നന്ദികേട് കാണിക്കുന്നത്, അള്ളാഹുവിനോടുള്ള നിഷേധമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, യക്ഫുർനൽ അശീർ, തന്റെ ഭർത്താവിനോട് അവർ അനുസരണക്കേട് കാണിക്കുന്നു. വയക്ഫുർനൽ ഇഹ്സാൻ, നന്മ എത്ര ചെയ്തു കൊടുത്താലും ആ നന്മയെ മുഴുവൻ അവർ എതിർക്കുന്നു, നന്ദികേട് കാണിക്കുന്നു. അതായത് ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, ആയുഷ്കാലം മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് നന്മ ചെയ്തു കൊടുത്താലും ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തു കൊടുത്തു, കഴിവിന്റെ പരമാവധി ഭർത്താവ് കഴിയുന്നത്രയും ഭാര്യയെ സേവിച്ചു, നല്ലത് ചെയ്തു. പിന്നെ ഏതോ കാരണം കൊണ്ട് എന്തോ അവർ ഉദ്ദേശിച്ച ഒരു കാര്യം കിട്ടാതെ പോയാൽ, നിങ്ങളെ കൊണ്ട് എന്താ എനിക്ക് ഗുണമുണ്ടായിട്ടുള്ളത്, ഇന്നേ വരെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ പോലെയുള്ള വർത്തമാനങ്ങൾ ഭാര്യമാര് ഭർത്താവിന്റെ മുഖത്ത് നോക്കി നന്ദികേടിന്റെ വർത്തമാനം പറയും. ഇത് പെണ്ണിന്റെ അസ്ലിലുള്ള സ്വഭാവമാണ്. പക്ഷെ അത് ഹാജറ ബീവിക്കുണ്ടായിരുന്നില്ലെന്നാണ്. എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും അവർ ഭർത്താവിനോട് യാതൊരു നീരസവും കാണിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ അംഗീകരിക്കാനുള്ള മനോഭാവമാണ് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന മൂന്നാമത്തെ ഗുണപാഠം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം കൂടിയാണത്. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് തെറി പറയുന്ന സെലിബ്രിറ്റികൾക്കും എന്തിനും ചെറിയ നിസ്സാരമായ വിഷയങ്ങൾ വരുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനും ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഗുണപാഠം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്രവാളികളിൽ മിന്നിമറയുന്ന നായികന്മാർക്കും നാട്യങ്ങൾക്കും അഭിനയങ്ങൾക്കും കണ്ണുനീര് വാർത്ത് സിനിമ കണ്ട് കണ്ണുനീരൊഴിപ്പിക്കുന്ന സഹോദരിമാർക്കൊരു പക്ഷേ ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ സന്ദേശം കിട്ടിക്കൊള്ളണമെന്നില്ല. പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോ എനിക്ക് ജീവിതമൊക്കെ മടുത്തുപോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർക്ക്, അതിന്റെ പേരിൽ അതിയായി നിരാശപ്പെടുന്നവർക്ക് ഒരുപക്ഷെ ഹാജറ ബീവിയുടെ ചരിത്രങ്ങളിൽ സന്ദേശം ലഭിച്ചു കൊള്ളണമെന്നില്ല. കല്യാണം കഴിച്ചത് മുതൽ എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ ഒരു വകക്ക് കൊള്ളില്ല എന്ന് പറയുന്ന ഭർത്താവിന്റെ മുഖത്ത് നോക്കി നന്ദികേടിന്റെ വർത്തമാനം പറയുന്ന ഒരു പെണ്ണിന് ഒരുപക്ഷെ ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ ഗുണപാഠം കിട്ടിക്കൊള്ളണമെന്നില്ല. ഗർഭം ധരിക്കാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞ് അതൊരു ചാപ്പിള്ളയായതിന്റെ പേരിൽ, അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞുങ്ങൾ മരിച്ചുപോയതിന്റെ പേരിൽ, അതല്ലെങ്കിൽ രോഗങ്ങൾ വന്ന് തളർന്നു പോയതിന്റെ പേരിൽ, അതല്ലെങ്കിൽ അതല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ കാരണം ഒരു സൈഡിലേക്ക്, ഒരു മുറിയിലേക്ക്, ഒരു കിടപ്പറയിലേക്ക് കിടക്കേണ്ടി വന്നതിന്റെ പേരിൽ അരുതാത്ത വാക്കുകൾ പറയുന്നവർക്ക് ഒരു പക്ഷേ ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ പാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. മക്കളോട് മതപരമായ കാര്യങ്ങൾ പറയാൻ നാവുയർത്താത്ത ഉമ്മമാർക്ക് അള്ളാഹുവിന്റെ ദീനിന് നേരെ എതിർ പ്രവർത്തിച്ചു അവർ തന്റെ മക്കൾ പടച്ചവനെ മറന്ന് ദീനിന് നിരക്കാത്ത, ദീനിന്റെ നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തുന്നത് മുന്നിൽ കാണുമ്പോഴും മൗനം പാലിക്കുന്ന സഹോദരിമാർക്ക്, ഉമ്മമാർക്ക് ഒരുപക്ഷെ ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ ഗുണപാഠം കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക്, മരണാനന്തരം എനിക്കൊരു ജീവിതം വരാനുണ്ട് എന്ന് ബോധമുള്ളവർക്ക് സ്വർഗലോകത്ത് ഹാജറ ബീവിയുടെ കൂടെ, മറിയം ബീവിയുടെ കൂടെ, അങ്ങനെയുള്ള ഒരുപാട് മഹതിമാരുടെ കൂടെ ജീവിക്കണം എന്ന് അതിയായി പ്രതീക്ഷിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിന് മുഴുവൻ
കാര്യങ്ങളും ഗുണപാഠങ്ങളും ഉള്ളതാണ്. അവരുടെ ജീവിത ചരിത്രം തന്നെയും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് എന്ന ബോധ്യത്തിൽ അവരുടെ ജീവിതം പഠിക്കുകയും ആ ജീവിതത്തിലെ ഗുണപാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഹിജ്റ കലണ്ടറിലെ അവസാനത്തെ മാസം 12ാമത്തെ മാസമാണ് ദുൽഹിജ്ജ. പവിത്രമായ 4 മാസങ്ങൾ എണ്ണിയപ്പോൾ അതിലൊന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. ഹജ്ജിന്റെ മാസം എന്ന രീതിയിലാണ് അതിന്റെ കീർത്തിയും ഖ്യാതിയും ഒക്കെ ഉള്ളത്. ഈ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് തവണ നമ്മൾ കേട്ടവരും മനസ്സിലാക്കിയവരുമാണ്. എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. വലയാലിൻ അശ്ർ എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞ 10 രാത്രികൾ തന്നെയാണ് സത്യം. അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളാണെന്ന് പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ 10 ദിവസങ്ങളേക്കാൾ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങളില്ലെന്നാണ്. മറ്റേത് ദിവസങ്ങളിൽ നമ്മൾ നന്മ ചെയ്താലും ഈ ദിവസങ്ങളിൽ നന്മ ചെയ്യുന്നതിന് അത്ര അള്ളാഹുവിന് ഇഷ്ടം വേറെ ഒരു ദിവസങ്ങളിൽ നമ്മൾ നന്മക്ക് കിട്ടൂലെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഖാല വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി' മിൻ ദാലിക ബിശൈഇൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണോ ഈ ദിവസത്തിലെ സൽക്കർമ്മങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ദിവസത്തിലെ സൽക്കർമ്മങ്ങൾ. പക്ഷെ ഒരാളൊഴികെ അദ്ദേഹം തന്റെ ശരീരവും സമ്പത്തും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നു, അയാളുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുന്നു, അയാളുടെ ജീവനും നഷ്ടപ്പെടുന്നു എങ്കിൽ അയാളുടെ സ്ഥാനം ഉന്നതമാണ്. അയാൾ മാത്രമാണ് ഈ ദിവസത്തിൽ ഉന്നതമായി നിൽക്കുക. ബാക്കിയെല്ലാം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങൾ സഹോദരങ്ങളെ ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതാണ്. ജിഹാദിനേക്കാൾ അള്ളാഹുവിന് പ്രിയപ്പെട്ട കർമ്മങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനരാത്രങ്ങളിലെ സൽപ്രവർത്തനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ എന്തുകൊണ്ടാണ് അത്രയും ശ്രേഷ്ഠത വരാൻ കാരണം? ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു, വല്ലദീ യദ്ഹറു അന്ന അസ്സബബ ഫി ഇംതിയാസി അശ്രി ദിൽഹിജ്ജതി ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാതിൽ ഇബാദതി ഫീഹി വഹിയ അസ്സലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽ ഹജ്ജു വലാ യതഅത്താ ദാലിക ഫീ ഗൈരിഹി. ഉമ്മഹാത്തുൽ ഇബാദാത്ത് എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ഇബാദത്തുകളുടെ ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ഏറ്റവും വലിയ ആരാധനകൾ ആയ ഈ നോമ്പ്, നിസ്കാരം, അതുപോലെ ദാനധർമ്മങ്ങൾ, ഹജ്ജ്, ഇതെല്ലാം ഒരുമിച്ച് കൂടുന്ന വർഷത്തിലെ ഒരേ ഒരു സമയം ഈ ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ്. അതുകൊണ്ടാണ് അത്രയും ശ്രേഷ്ഠതയുണ്ടായത് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. വീണ്ടും പണ്ഡിതന്മാര് പറയുന്നു, ലമ്മാ കാന അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് വദഅ ഫീ നുഫൂസിൽ മുഅ്മിനീന ഹനീനൻ ഇലാ മുശാഹദതി ബൈതിഹിൽ ഹറാം. വിശ്വാസിയാണോ എങ്കിൽ അവന്റെ മനസ്സുകളിൽ തന്റെ പരിശുദ്ധ ഭവനം കാണാനുള്ള അതിയായ ആഗ്രഹം അള്ളാഹു നിക്ഷേപിച്ചു കൊടുത്തിട്ടുണ്ടാകും. ഒരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ കഅബാലയം, അവിടുത്തെ ഹറം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു പോയ ആ പ്രദേശങ്ങൾ കൺകുളിർക്ക കാണാൻ ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ അള്ളാഹു അവന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം വിട്ടുകൊടുക്കും. വലൈസ കുല്ലു അഹദിൻ ഖാദിറൻ അലാ മുശാഹദതിഹി ഫീ കുല്ലി ആമിൻ. എന്നാൽ എല്ലാവർക്കും എല്ലാ വർഷവും അത് കാണാൻ കഴിയില്ലല്ലോ.
ഫറദ അലൽ മുസ്തതീഇൽ ഹജ്ജ മറത്തൻ വാഹിദതൻ ഫീ ഉംരിഹി. അതുകൊണ്ട് തന്നെ കഴിവുള്ള ആളുകൾ ആയുസിൽ ഒരിക്കൽ ഹജ്ജ് നിർബന്ധമായും ചെയ്യട്ടെ. വജഅല മൗസിമൽ അശ്രി മുശ്തറകൻ ബൈന السائرين والقاعدين. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഹജ്ജ് പോകുന്നവർക്കും വീട്ടിലിരിക്കുന്നവർക്കും ഇടയിൽ പൊതുവായ ഒരു പുണ്യകാലമായി അള്ളാഹു നിശ്ചയിച്ചു. എല്ലാ വർഷവും എല്ലാവർക്കും പോകാൻ കഴിയൂല. അപ്പോൾ ആ പോകാൻ പറ്റാത്ത ആളുകൾക്ക് നന്മ ചെയ്യാനുള്ള ഒരു നല്ല അവസരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ നിശ്ചയിച്ചു എന്നാണ്. ഫമൻ അജസ അനിൽ ഹജ്ജ് ഫീ ആമിൻ قدر في العشر على عمل يعمله في بيته يكون أفضل من الجهاد الذي هو أفضل من الحج. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വർഷം ഹജ്ജിന് പോകാൻ കഴിയാത്തവർക്ക് ഈ 10 ദിവസങ്ങളിൽ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമായ ജിഹാദിനേക്കാൾ പ്രതിഫലമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ അവന് സാധിക്കും. അത് അല്ലാഹു ചെയ്ത നിഅമത്താണ്. അതുകൊണ്ട് ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകൾ വിഷമിക്കണ്ട. അത്രയും തന്നെ പ്രതിഫലമുള്ള, അതുപോലെ ഒരുപാട് ജിഹാദിനേക്കാൾ പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ ഈ 10 ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അസുലഭമായ ഈ സന്ദർഭത്തിന്റെ മഹത്വവും പ്രാധാന്യവും പ്രാമുഖ്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചക മാതൃകയനുസരിച്ച് ഈ ദിവസങ്ങളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തേണ്ട ആളുകളാണ് വിശ്വാസികളായ ഞാനും നിങ്ങളുമൊക്കെ. ധാരാളമായി ദിക്റുകൾ വർദ്ധിപ്പിക്കുക, തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും വർദ്ധിപ്പിക്കുക. അതുപോലെ യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ എന്ന് പറഞ്ഞ അറഫ നോമ്പുണ്ടല്ലോ, വരാനിരിക്കുന്നതും കഴിഞ്ഞ വർഷത്തതുമായ മുഴുവൻ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ നൽകിയ ആ അറഫ നോമ്പ് നോൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഉദഹിയ്യത്തിൽ സജീവമായ പങ്കാളിത്തം കഴിയുന്ന ആളുകളൊക്കെ അത് നേടിയെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഒരുപാട് കേട്ടവരാണ് നമ്മൾ. അദ്ദേഹത്തിന്റെ പടയെങ്കി ജൂതന്റെ കൈവശം പണയം വെച്ച് ഭക്ഷണം കടം വാങ്ങിയ ചരിത്രം ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടുത്തെ വീട്ടിൽ അടുപ്പിൽ തീ പുകയാത്ത മാസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പ്രവാചക പത്നിമാർ അയവിറക്കിയ ചരിത്രങ്ങൾ ഒരുപാട് തവണ ഒരുപക്ഷെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം പോലും ഉദ്ഹിയ്യത്ത് ഉപേക്ഷിച്ചിരുന്നില്ല എന്നത് ആ സുന്നത്തിന്റെ പ്രബലത എത്രമാത്രമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. സാമ്പത്തിക സുസ്ഥിതിയുള്ളവർ പ്രബലമായി സുന്നത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇതിനേക്കാൾ നല്ലത് ക്ഷേമ പ്രവർത്തനം ചെയ്യുന്നല്ലേ, കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതല്ലേ, പാവപ്പെട്ടവരെ സഹായിക്കുന്നതല്ലേ, ഇതൊക്കെ അഹിംസയല്ലേ എന്നെല്ലാം ചോദിക്കുന്ന ആളുകൾ ഉണ്ടാകും. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുടക്കാനും അതിനെ നിസ്സാരവൽക്കരിക്കാനും അതിനെ പരിഹസിക്കാനും കച്ചകെട്ട് ഇറങ്ങിയ ഒരുപാട് പുരോഹിതന്മാരുടെ ഫിത്നകളാണ് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സമയവും പാഴാക്കാതെ ഒരുപാട് നന്മകളിൽ മുന്നേറാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ മുമ്പത്തെ ഒരു ഖുത്ബയിൽ സൂചിപ്പിച്ച വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഈ 24-ാം തീയതി നമ്മുടെ QHLSC എക്സാം വരെയാണ്. അതിന്റെ രജിസ്ട്രേഷൻ വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇന്ന് പള്ളിയിൽ രജിസ്ട്രേഷൻ ഉണ്ടാവും. അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും കുടുംബത്തിലെ ഓരോ അംഗത്തിനെയും അതിൽ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ആഴ്ച കളക്ഷൻ എടുക്കുന്ന നമ്മുടെ മദ്രസക്ക് വേണ്ടിയാണ്. അതിലേക്കും എല്ലാവരും സഹകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വഖിയാമനാ വറുകൂഅനാ വസുജൂദനാ വഅതിദാലനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. قوموا إلى صلاتكم.